ഹലോ ടീച്ചേഴ്സ്, HSA നാച്ചുറൽ സയൻസ് എക്സാമിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്വിക്ക് റിവിഷൻ നോട്ട് ഷെയറിംഗ് സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, പ്ലേലിസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ ഈ ക്വിക്ക് റിവിഷൻ നോട്ട്സ് ലഭിക്കുന്നതിനായിട്ട് ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. HSA നാച്ചുറൽ സയൻസ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പെട്ടെന്ന് കൺഫ്യൂസിങ് ആവുന്ന എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഏരിയാസിൽ നിന്നൊക്കെയുള്ള നോട്ട്സാണ് ഈ ഒരു സീരീസിലൂടെ ഷെയർ ചെയ്യുന്നത്. എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. മാക്സിമം ടൈമും എഫേർട്ടൊക്കെ ഇട്ട് പഠിക്കേണ്ട ഒരു സമയമാണിത്. എന്ന് വെച്ച് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് സ്ട്രെസ് അടിച്ച് പഠിക്കേണ്ട ഒരു ടൈമൊന്നുമല്ല കേട്ടോ അത്. നല്ല ഇഷ്ടത്തോടു കൂടി സബ്ജക്റ്റിനെ, കാരണം നമ്മുടെ സബ്ജക്റ്റല്ലേ, നമ്മൾ ഇഷ്ടത്തോടു കൂടി കോളേജ് ലൈഫൊക്കെ എൻജോയ് ചെയ്ത് പഠിച്ചൊരു സബ്ജക്റ്റാണ്. അതൊക്കെ നമ്മൾ അന്ന് ചെയ്ത കാര്യങ്ങളും പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിക്കോൾ ചെയ്തെടുക്കുന്നു. ആ ഒരു ഇഷ്ടം മനസ്സിൽ വെച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ വലിയ സ്ട്രെസ്ഫുള്ളൊന്നും ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ടോപ്പിക്കിലോട്ട് കിടക്കാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഇപ്പോൾ റെഡ് ഡാറ്റ ബുക്കിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കുമ്പോൾ പല അനിമൽ ടേംസ് കേൾക്കാറുണ്ട്. എൻഡേഞ്ചേർഡ്, എക്സ്റ്റിങ്ക്റ്റ്. പലപ്പോഴും അത് കൺഫ്യൂസിങ് ആണ്. അതുപോലെ എക്സാമ്പിൾസും അതിൻ്റെ നോട്ട് ചെയ്ത് വെക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ആ ഭാഗമാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഓരോ അനിമൽ ടേംസും ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് എൻഡേഞ്ചേർഡ്. എൻഡേഞ്ചേർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പീഷ്യസ് അറ്റ് റിസ്ക് ഓഫ് എക്സ്റ്റിങ്ഷൻ. എക്സ്റ്റൻഷൻ നടക്കുന്ന ഹൈ റിസ്ക് ഉള്ള സ്പീഷ്യസാണ് എൻഡേഞ്ചേർഡ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിളായിട്ട് ബംഗാൾ ടൈഗർ, ഏഷ്യൻ എലിഫൻ്റ് ഒക്കെ ഇപ്പോൾ എൻഡേഞ്ചേർഡ് സ്പീഷ്യസ് ലിസ്റ്റിലാണ്. സ്പീഷ്യസ് അറ്റ് റിസ്ക് ഓഫ് എക്സ്റ്റിങ്ഷൻ ആണ് എൻഡേഞ്ചേർഡ്. നെക്സ്റ്റ് എൻഡമിക്. എൻഡമിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പീഷ്യസ് നാറ്റീവ് റെസ്ട്രിക്റ്റഡ് ടു എ പെർട്ടിക്കുലർ ഏരിയ. എൻഡമിക് സ്പീഷ്യസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള, അവിടെ മാത്രം കാണുന്ന ടൈപ്പ് ഓഫ് സ്പീഷ്യസ് ആണ് എൻഡമിക് സ്പീഷ്യസ് എന്ന് പറയുന്നത്. ഇപ്പോൾ വെസ്റ്റേൺ ഗാറ്റ്സിലെ ലൈൻ ടെയിൽഡ് മക്കാക്കൊക്കെ ഇതിനൊരു എക്സാമ്പിളാണ്. എക്സ്റ്റിങ്ക്റ്റ്. എക്സ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത് സ്പീഷ്യസ് നോ ലോങ്ങർ എക്സിസ്റ്റിംഗ്, അതായത് നശിച്ചു പോയി, കഴിഞ്ഞു പോയതാണ്, എക്സ്റ്റിങ്ക്റ്റ് ആയി പോയ സ്പീഷ്യസാണ്. എക്സാമ്പിൾ ഡോഡോ ബേർഡ്, വോളി മാമോത്ത് ഒക്കെ എന്താണ്, എക്സ്റ്റിങ്ക്റ്റ് ആയ സ്പീഷ്യസിന് എക്സാമ്പിളാണ്. എക്സോട്ടിക് എന്താണ്? എക്സോട്ടിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് വന്ന ഫോറിൻ ഓർഗാനിസം ആണ്, അതായത് സ്പീഷ്യസ് ഇൻട്രൊഡ്യൂസ്ഡ് ഫ്രം അനദർ റീജിയൻ. എക്സാമ്പിളായിട്ട് ഇന്ത്യയിൽ യൂക്കാലിപ്റ്റസ് ഒക്കെ വന്നത് ഒരു എക്സോട്ടിക് സ്പീഷ്യസ് ആണ്. എക്സോട്ടിക് സ്പീഷ്യസ് പലപ്പോഴും പല പ്രശ്നങ്ങളും നമ്മുടെ ഒരു പരിസ്ഥിതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എക്സോട്ടിക് സ്പീഷ്യസിനും ഈ പറയുന്ന സ്പീഷ്യസിന് കുറച്ചുകൂടെ എക്സാമ്പിൾസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ, കോമൺ ആയിട്ട് ചോദിക്കുന്ന എക്സാമ്പിൾസ്. ദെൻ വൾണറബിൾ. ഇത് മൂന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. ഈ 4 ടേംസും നിങ്ങൾക്ക് അത്യാവശ്യം ക്ലിയർ ആയിരിക്കും. വൾണറബിൾ എന്ന് വെച്ചാൽ എന്താണ്? വൾണറബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ലി ടു ബിക്കം എൻഡേഞ്ചേർഡ് അൺലെസ് സിറ്റുവേഷൻ ഇംപ്രൂവ്. സിറ്റുവേഷൻ ഇംപ്രൂവ് ചെയ്തില്ലെങ്കിൽ എൻഡേഞ്ചേർഡ് ആവാൻ ചാൻസ് ഉള്ളതാണ് വൾണറബിൾ എന്ന് പറയുന്നത്. എൻഡേഞ്ചേർഡ് എന്തായിരുന്നു? എക്സ്റ്റിങ്ക്റ്റ് ആവാൻ ചാൻസ് ഉള്ളത്. എൻഡേഞ്ചേർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്റ്റിങ്ക്റ്റ് ആവാൻ ചാൻസ് ഉള്ളത്. വൾണറബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ എൻഡേഞ്ചേർഡ് ആവാൻ ചാൻസ് ഉള്ളതാണ് വൾണറബിൾ. സ്നോ ലെപ്പേർഡ് ഇതിനൊരു എക്സാമ്പിളാണ്. ദെൻ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻഡേഞ്ചേർഡ് നമുക്കറിയാം എക്സ്റ്റിങ്ക്റ്റ് ആവാൻ ചാൻസ് ഉള്ളത്. അതിൽ തന്നെ ഹൈ റിസ്ക് ഫേസ് ചെയ്യുന്ന ജീവികളുണ്ട്. എക്സ്ട്രീംലി ഹൈ റിസ്ക് ഓഫ് എക്സ്റ്റിങ്ഷൻ ഇൻ വൈൽഡ് ആണെങ്കിൽ എന്താണ്, ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് എന്ന് പറയും. അടുത്തത് നിയർ ത്രെറ്റൻഡ് ആണ്. അത് നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്നു. ക്ലോസ് ടു ക്വാളിഫയിങ് ഫോർ ത്രെറ്റൻഡ് കാറ്റഗറി. എക്സാമ്പിളായിട്ട് ബ്ലൂ വെയിൽ. ഓക്കെ, ബ്ലൂ വെയിലിലെ ചില പോപ്പുലേഷൻസ് ത്രെറ്റൻഡ് സ്പീഷ്യസ് ആണ്. ഓക്കെ, അടുത്തതായിട്ട് ടൈപ്പ് ഓഫ് ലൈഫ് സൈക്കിൾസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതായത് സിമ്പിൾ ടോപ്പിക്കാണ്, ഈസി ആയിട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പം നമ്മൾ പ്ലാന്റ്സിൻ്റെ ഒക്കെ കേസിൽ അല്ലെങ്കിൽ അനിമൽസിലും കാണുന്നുണ്ട് ഹാപ്ലോണ്ടിക്, ഡിപ്ലോണ്ടിക്, ഹാപ്ലോ ഡിപ്ലോണ്ടിക് എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കാറുണ്ട്. സിമ്പിൾ ടോപ്പിക്കാണ്, പക്ഷേ എക്സാമിന് ചോദിക്കുമ്പോൾ പലപ്പോഴും കൺഫ്യൂഷൻ കാണാറുണ്ട്. അപ്പോൾ ഹാപ്ലോണ്ടിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഡൊമിനൻ്റ് ഫേസ് ഹാപ്ലോയിഡ് ഫേസ് ആയിരിക്കും, എൻ കണ്ടീഷൻ ആയിരിക്കും. ഇത് ലോവർ ഓർഗാനിസത്തിലൊക്കെയാണ് കാണുന്നത്. ഇവിടെ മെയിനായിട്ട് പ്ലാന്റ്സിനെ ഫോക്കസ് ചെയ്താണ് പറയുന്നത്. ഓൺലി സൈഗോട്ട് ഈസ് ഡിപ്ലോയിഡ്. സൈഗോട്ടാണ് ഡിപ്ലോയിഡ് കണ്ടീഷനിൽ കാണുന്നുള്ളൂ. എക്സാമ്പിളായിട്ട് കുറേ ടൈപ്പ് ആൽഗീസ്, ഫംഗസ് ഒക്കെ ഇതിൽ വരുന്നതാണ്. ഫംഗി ഗ്രൂപ്പ്, ആൽഗീസ് ഒക്കെ ഹാപ്ലോണ്ടിക് ആയിരിക്കും. ദെൻ ഡിപ്ലോണ്ടിക് എന്ന് പറയുന്നത് അതിൽ ഡിപ്ലോയിഡ് ആയിരിക്കും മെയിൻ ഫേസ് ടു എൻ, ഗ്യാമെറ്റ്സ് മാത്രമാണ് ഹാപ്ലോയിഡ് ആയിട്ടുണ്ടാവുക.
ഹയർ ഓർഗാനിസം ഇപ്പോൾ മനുഷ്യർ, വേറെ അനിമൽസൊക്കെ, അതുപോലെ ചില ആൽഗീസും ഈ ഗ്രൂപ്പിൽ വരുന്നുണ്ട്. എന്താണ്? ഡിപ്ലോണ്ടിക് ഫേസിലാണ് വരുന്നത്. ദെൻ ഹാപ്ലോ ഡിപ്ലോണ്ടിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഹാപ്ലോയിഡ് ഫേസും ഇമ്പോർട്ടൻ്റ് ആണ്, ഡിപ്ലോയിഡ് ഫേസും ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഗാമറ്റോഫൈറ്റിക് സ്റ്റേജ് എപ്പോഴും ഹാപ്ലോയിഡ് എൻ കണ്ടീഷൻ ആയിരിക്കും. സ്പോറോഫൈറ്റിക് സ്റ്റേജ് എപ്പോഴും എന്തായിരിക്കും? ഡിപ്ലോയിഡ് കണ്ടീഷൻ ആയിരിക്കും, 2n കണ്ടീഷൻ ആയിരിക്കും. എക്സാമ്പിളായിട്ട് വരുന്നത് ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്. ഇവർ രണ്ടുപേരും ഇമ്പോർട്ടൻ്റ് ആണ് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ കാണിക്കുന്നത്. ബ്രയോഫൈറ്റിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഗാമറ്റോഫൈറ്റിക് സ്റ്റേജ് ആയിരിക്കും, എൻ സ്റ്റേജ് ആയിരിക്കും. ടെറിഡോഫൈറ്റിലാണെങ്കിൽ നമ്മൾ കാണുന്ന ആ ഒരു ഫേസ് എന്ന് പറയുന്നത് സ്പോറോഫൈറ്റിക് ഫേസ് ആയിരിക്കും. ഓക്കെ, അതിൻ്റെ ലൈഫ് സൈക്കിൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. ഗാമറ്റോഫൈറ്റ് എപ്പോഴും ഹാപ്ലോയിഡ് ആയിരിക്കും, സ്പോറോഫൈറ്റ് എപ്പോഴും ഡിപ്ലോയിഡ് കണ്ടീഷൻ ആയിരിക്കും. ഹാപ്ലോണ്ടിക് എന്ന് പറഞ്ഞാൽ മറ്റൊരു ടേമാണ്, ഹാപ്ലോണ്ടിക്കിൻ്റെ പോലെ തന്നെ മറ്റൊരു ടേം തന്നെയാണ്. അതായത് സെയിം ആ ഒരു കണ്ടീഷൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ടേമാണ്. അപ്പോൾ ഹാപ്ലോണ്ടിക്കിൽ ആൽഗേസ് വരുന്നുണ്ട്, ഡിപ്ലോണ്ടിക്കിൽ ഫേൺസ്, മോസസ് ഒക്കെ വരുന്നുണ്ട്. ഡിപ്ലോണ്ടിക്കിലാണെങ്കിൽ ആൻജിയോസ്പേംസ്, ജിംനോസ്പേംസ് ഒക്കെയാണ് വരുന്നത്. ക്ലിയർ ആണല്ലോ? ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം. ബയോ കെമിസ്ട്രി ആയിട്ട് നമ്മൾ കുറേ ടേംസ് പഠിക്കുന്നുണ്ട്. അതായത് ഗ്ലൂക്കോലൈസിസ്, ഗ്ലൂക്കോനിയോജെനിസിസ്, ഗ്ലൈക്കോലൈസിസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ എന്താണെന്നാണ് കറക്റ്റായിട്ട് ചെറിയൊരു സിമ്പിൾ ഫോമാറ്റിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. ഗ്ലൈക്കോലിസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഗ്ലൂക്കോസിനെ പൈറുവേറ്റ് ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് ഗ്ലൈക്കോലിസിസ്. ഗ്ലൈക്കോലിസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലൂക്കോസിനെ പൈറുവേറ്റ് ആക്കി മാറ്റുന്നതാണ്. ഇത് സൈറ്റോപ്ലാസത്തിലാണ് നടക്കുന്നത്. ATP പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനെ EMP പാത്വേ എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. EMP പാത്വേ എന്ന് അറിയപ്പെടുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഗ്ലൂക്കോനിയോജെനിസിസ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോൺ കാർബോഹൈഡ്രേറ്റ് സോഴ്സിൽ നിന്നും, കാർബോഹൈഡ്രേറ്റ് സോഴ്സ് അല്ലാത്തതിൽ നിന്ന്, അതായത് അമിനോ ആസിഡ്, ഗ്ലിസറോള്, ലാക്ടേറ്റിൽ നിന്നെല്ലാം ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് ഗ്ലൂക്കോനിയോജെനിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മെയിനായിട്ട് നടക്കുന്നത് ലിവറിലാണ്. ഇപ്പോൾ നമ്മളുടെ ഫാസ്റ്റിംഗ്, സ്റ്റാർവേഷൻ സമയത്തൊക്കെ അമിനോ ആസിഡ്സ്, ഗ്ലിസറോൾസ് ഒക്കെ ഗ്ലൂക്കോസാക്കി കൺവേർട്ട് ചെയ്യുന്നു. ഗ്ലൂക്കോനിയോജെനിസിസ് മെയിനായിട്ട് നടക്കുന്നത് ലിവറിൽ വെച്ചിട്ടാണ്. ദെൻ നെക്സ്റ്റ് ഗ്ലൈക്കോജെനിസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർമേഷൻ ഓഫ് ഗ്ലൈക്കോജൻ ഫ്രം ഗ്ലൂക്കോസ്. നമുക്കറിയാം എക്സ്ട്രാ വരുന്ന ഗ്ലൂക്കോസ് ഗ്ലൈക്കോജനാക്കി കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സാണ് ഗ്ലൈക്കോജെനിസിസ് എന്ന് പറയുന്നത്. സ്റ്റോറേജ് പ്രോസസ് ഇൻ ലിവർ ആൻഡ് മസിൽ സെൽസ്. ഇതിൽ സ്റ്റോറേജ് ഈ ഗ്ലൈക്കോജൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റോറേജ് ലിവറിലും മസിൽ സെൽസിലൊക്കെയാണ് നടക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഗ്ലൈക്കോജീനോലൈസിസ്. ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കോജൻ ടു ഗ്ലൂക്കോസ്. ഗ്ലൈക്കോജൻ സ്റ്റോർ ചെയ്ത് വെച്ച ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഗ്ലൈക്കോജീനോലൈസിസ്. ഓക്കെ, പ്രൊവൈഡിങ് ഗ്ലൂക്കോസ് ഡ്യൂറിങ് ഫാസ്റ്റിംഗ് ഓർ എക്സസൈസ്. ഇതും നമുക്ക് ഗ്ലൂക്കോസ് ശരീരത്തിലേക്ക് ആവശ്യമായിട്ട് വരുന്ന സന്ദർഭങ്ങളിലാണ് ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസ് ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് പെൻഡോസ് ഫോസ്ഫേറ്റ് പാത്വേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ alternate pathway for glucose oxidation forming NADPH and ribose 5-phosphate. ഒരു ആൾട്ടർനേറ്റ് പാത്വേ ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള? ഗ്ലൂക്കോസ് ഓക്സിഡേഷന് വേണ്ടിയിട്ടുള്ള ഒരു പാത്വേ ആണ്. ഇമ്പോർട്ടൻറ്റ് ഫോർ ഫാറ്റി ആസിഡ് സിന്തസിസ് ആൻഡ് ന്യൂക്ലിയോടൈഡ് സിന്തസിസ്. ഫാറ്റി ആസിഡ് സിന്തസിസിൻ്റെയും ന്യൂക്ലിയോടൈഡ് സിന്തസിസിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു പാത്വേ ആണ് പെൻഡോസ് ഫോസ്ഫേറ്റ് പാത്വേ എന്ന് പറയുന്നത്. ഓക്കെ, ഗ്ലൂക്കോസ് ഓക്സിഡേഷന് വേണ്ടിയിട്ടുള്ള ഒരു പാത്വേ ആണിത്. ദ നെക്സ്റ്റ് ഫെർമെൻറ്റേഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. അനൈറോബിക് കണ്ടീഷനിൽ എന്താണ്? ഗ്ലൂക്കോസിനെ ആൽക്കഹോൾ അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് ആക്കി മാറ്റുന്ന, അനൈറോബിക് കണ്ടീഷൻ ആവണേ ലാക്റ്റിക് ആസിഡ് ആക്കി അല്ലെങ്കിൽ ആൽക്കഹോൾ ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് ഫെർമെൻറ്റേഷൻ. ഓക്സിജൻ ആവശ്യമില്ല. ഇത് ഒക്കേഴ്സ് ഇൻ ഈസ്റ്റിൽ നടക്കുന്നുണ്ട്. അതുപോലെ മസിൽ സെൽസിൽ നമ്മൾ സിവിയർ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നടക്കുന്നുണ്ട്. മസിൽസിൽ ലാക്റ്റിക് ആസിഡ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. ഈസ്റ്റിലാണെങ്കിൽ എഥനോൾ, ആൽക്കഹോളാണ് അവിടെ ഫോം ചെയ്യുന്നത്. ഫെർമെൻറ്റേഷൻ അപ്പോൾ ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ ഉണ്ട്, ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ ഉണ്ട്. ഓക്കെ ആണല്ലോ. ദെൻ എക്സോസ് മോണോഫോസ്ഫേറ്റ്
അതായത് HMP ഷണ്ട് എന്നറിയപ്പെടുന്നുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെൻഡോസ് ഫോസ്ഫേറ്റ് പാത്വേ നമ്മൾ പഠിച്ചില്ലേ, അതായത് ഗ്ലൂക്കോസ് ഓക്സിഡേഷൻ്റെ അതിൻ്റെ ആ സെയിം മറ്റൊരു പേരാണ് എന്ത് ഹെക്സോസ് മോണോ ഫോസ്ഫേറ്റ് പാത്വേ, അനദർ നെയിം ഫോർ പെൻഡോസ് ഫോസ്ഫേറ്റ് പാത്വേ. ഇതിലും NADPHും പെൻഡോസസും ഒക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഗ്ലൈക്കോക്സിലേറ്റ് സൈക്കിൾ ഇതൊരു വേരിയേഷൻ ഓഫ് TCA സൈക്കിൾ ഇൻ പ്ലാന്റ്സ് ബാക്ടീരിയ ടു കൺവേർട്ട് ഫാറ്റ് ഇൻ ടു കാർബോഹൈഡ്രേറ്റ്. ഫാറ്റിനെ കാർബോഹൈഡ്രേറ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ബാക്ടീരിയയിലും പ്ലാന്റ്സിലൊക്കെ നടക്കുന്ന ഒരു TCA സൈക്കിളിൻ്റെ വേരിയേഷനാണ് ഗ്ലൈക്കോക്സിലേറ്റ് സൈക്കിൾ. പ്ലാന്റ്സിലും ബാക്ടീരിയയിലുമാണ് ഇത് മെയിനായിട്ട് കാണുന്നത്. അനിമൽസിൽ ആബ്സെൻ്റ് ആണ് ഈ ഒരു സൈക്കിള്. ക്ലിയർ ആയല്ലോ? ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഗ്ലൈക്കോളിസിസ്, ഗ്ലൂക്കോസ് ടു പൈറുവേറ്റ്, ഗ്ലൂക്കോനിയോജെനിസിസ് ആൻഡ് നോൺ കാർബോഹൈഡ്രേറ്റ് സോഴ്സിൽ നിന്നും ഗ്ലൂക്കോസ് ഉണ്ടാവുന്നത്. ഗ്ലൈക്കോജെനിസിസ്, ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസിൽ നിന്ന് ഗ്ലൈക്കോജൻ ആവുന്നത്. ഓക്കെ ആണല്ലോ? ഈ ജെനിസിസ് വരുന്നതൊക്കെ ഉണ്ടാവുന്നതാണ്. ദെൻ ഗ്ലൂക്കോനിയോജെനിസിസ് ആണെങ്കിലും ഗ്ലൈക്കോജെനിസിസ് ആണെങ്കിലും. ദെൻ ഗ്ലൈക്കോജിനോലൈസിസ് എന്ന് പറയുന്നത് ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കിയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാണ്. ലൈസിസ് ആണ് അവിടെ നടക്കുന്നത്. ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. പെൻഡോസ് ഫോസ്ഫേറ്റ് പാത്വേ എന്ന് വെച്ചാൽ ഗ്ലൂക്കോസ് ഓക്സിഡേഷൻ്റെ ഒരു ആൾട്ടർനേറ്റ് പാത്വേ ആണ്. എന്താണ്? ഫാറ്റി ആസിഡ് സിന്തസിസ്, ന്യൂക്ലിയോടൈഡ് സിന്തസിസിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫെർമെൻറ്റേഷൻ, അനേറോബിക് കണ്ടീഷനിൽ ഗ്ലൂക്കോസ് ആൽക്കഹോളും ലാക്റ്റിക് ആസിഡുമായിട്ട് മാറുന്നതാണ് ഫെർമെൻറ്റേഷൻ. എക്സോസ് മോണോഫോസ്ഫേറ്റ് പറയുന്നത് പെൻഡോസ് ഫോസ്ഫേറ്റ് പാത്വേയുടെ മറ്റൊരു അനദർ നെയിമാണ് പറയുന്നത്. ഗ്ലൈക്കോസിലേറ്റ് സൈക്കിള് പ്ലാന്റ്സിൽ ബാക്ടീരിയയിലൊക്കെയാണ് നടക്കുന്നത്. TCA സൈക്കിളിൻ്റെ ഒരു വേരിയേഷനാണ്. ഫാറ്റിനെ കാർബോഹൈഡ്രേറ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാത്വേ നടക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കത് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. നെക്സ്റ്റ് ടോപ്പിക്ക് മേജർ സയൻറ്റിസ്റ്റ് ഇൻ മോളിക്കുലർ ബയോളജി ആൻഡ് ദെയർ കോൺട്രിബ്യൂഷൻ. മെയിനായിട്ടുള്ള മോളിക്കുലർ ബയോളജിയിലെ സയൻറ്റിസ്റ്റും അവരുടെ കോൺട്രിബ്യൂഷൻസ്. ബോറടിച്ചിട്ടുണ്ടാവല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കിത് നെക്സ്റ്റ് ക്ലാസ്സിൽ, നെക്സ്റ്റ് ക്യാപ്സ്യൂളിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് കിട്ടുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക്